സിക്സ് അടിക്കുമ്പോൾ സഞ്ജുവിന് രോമാഞ്ചം തോന്നും. രാജസ്ഥാൻ റോയൽസിലെ പഴയ കൂട്ടുകാരെ IPL-ൽ കൂടെ നിർത്താൻ കഴിയാത്തതിൽ സഞ്ജുവിന് സങ്കടവുമുണ്ട്. ദുബായിൽ വെച്ചാണ് സഞ്ജു മാധ്യമപ്രവർത്തകരോട് മനസ്സ് തുറന്നത്. കാണാം. സക്സസ്ഫുൾ കാലണ്ടർ ഇയർ എപ്പോഴാണ് ഉണ്ടാവുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് സമയത്താണ് അത് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വലുതായിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം എനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ക്രെഡിറ്റ് കൊടുത്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ആളുടെ കൂടെ നന്നായിട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ എൻ്റെ കൂടെ ഞാൻ മോശമായിട്ട് ചെയ്തപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാരുടെ കൂടുതൽ എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നന്ദി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. 2024 അങ്ങേയറ്റം കടപ്പാടുണ്ടെന്ന് സഞ്ജു സാംസൺ. കരിയറിലെ ഏറ്റവും മികച്ച വർഷം. ടെസ്റ്റ് കളിക്കാനും സഞ്ജു സജ്ജമാണ്. ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏത് ഇന്ത്യക്ക് വേണ്ടി ഉറങ്ങി കിടക്കുമ്പോൾ വിളിച്ച് കളിക്കാൻ പറഞ്ഞാലും പോയി കളിക്കും. അങ്ങനത്തെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അത്. രാജസ്ഥാൻ റോയൽസ് ടീമിലെ മാറ്റം പലർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ടീമിലെ എല്ലാവരെയും കൂടെ നിർത്താനും കഴിയില്ല. ചഹലും അശ്വിനുമൊക്കെ തനിക്കെതിരെ പന്തെറിയാൻ വന്നാൽ എന്തു ചെയ്യുമെന്നും സഞ്ജു ചിന്തിക്കാറുണ്ട്. എന്റെ പൊന്നോ, ജോസ് ബട്ട്ലർ നിന്റെ എതിരെ ബാറ്റ് ചെയ്യാൻ വന്നത് എന്ത് ചെയ്യും? UC ചഹല് സഞ്ജുവിനെ അഗേൻസ്റ്റ് ബോൾ ചെയ്യാൻ വന്ന എന്ത് ചെയ്യും? അശ്വിൻ ബോൾ ചെയ്യാൻ വന്ന എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ കുറച്ച് ഈ IPL-ന്റെ ഒരു മസാല അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. വാക്മൈറ്റിന്റെ GCC ലോഞ്ചിനോടനുബന്ധിച്ചാണ് സഞ്ജു ദുബായിലെത്തിയത്. ഡയറക്ടർ റോഷൻ ബാസ്റ്റിൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.